തീർച്ചയായും ഒരു ജനനേതാവിനോടുള്ള കേരളത്തിൻ്റെ ജനതയുടെ സ്നേഹവായ്പ തന്നെയാണ് ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കുമുള്ളത്. രാഷ്ട്രീയമായി വിയോജിപ്പുകൾ കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പോലും കഠിനാധ്വാനത്തിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കവർന്ന് പ്രായം കേവലം നമ്പർ മാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവകാശ സമര പോരാട്ടങ്ങളിൽ അത് മതികെട്ടാൻ മല കയറുന്നതിലായാലും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലും പാർട്ടിക്കകത്തുനിന്ന് പലപ്പോഴും ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും താൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളിൽ നിന്ന് അണുവിട മുന്നോട്ട് പോകാതെ ചില സമയത്ത് നിശബ്ദനായിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എടുത്ത സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയതായിട്ട് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. എല്ലായിടത്തും VS കൃത്യമായ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അടയാളപ്പെടുത്തി തന്നെയാണ് പോയത്. മാത്രവുമല്ല, ഏറ്റവും സവിശേഷമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്നത് പുതുതലമുറയുമായി രാഷ്ട്രീയ നേതൃത്വത്തിന് സംവദിക്കുവാൻ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. പുതുതലമുറയ്ക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശയങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞു പോലും VS അടക്കമുള്ള ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ഒരു തലമുറയുടെ ഓരോ വാക്കും അവരുടെ ഓരോ ചിന്താശകലങ്ങളും എടുത്തു പറയുകയാണ്. അതാണ് തലമുറകൾക്ക് അതീതമായി മുന്നോട്ട് പോകുവാനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവിൻ്റെ അവസാനത്തെ ഉദാഹരണമായി VSനെ അടയാളപ്പെടുത്താൻ കഴിയും. തീർച്ചയായും ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, പലതവണ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിനുള്ള ആദരവ് കൊണ്ട് തന്നെയാണ് ഈ വെളുപ്പംകാലത്തും ഞങ്ങളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമായി നിൽക്കുന്നത്.